ഏറെ നെട്ടലോടുകൂടി നാം കേട്ട വാർത്തയായിരുന്നു അഫ്ഫാൻ നടത്തിയ കൂട്ടക്കൊലപാതകം. 3 പേരെ കൊന്ന ശേഷം വീട്ടിലെത്തിയ അഫ്ഫാന് അമ്മയ്ക്ക് ജീവനുണ്ടെന്ന് കണ്ടപ്പോൾ വീണ്ടും ആക്രമിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചു. കാമുകി ഫർസാനയുടെ മാല പണയം വെച്ച് 90,000 രൂപ വാങ്ങിയിരുന്നു. പകരമായി കൊടുത്തത് ഫർസാനയ്ക്ക് മുക്കുപണ്ടമാണ്. ഇത് തിരികെ ചോദിച്ചതും അക്കാര്യം ഫർസാനയുടെ വീട്ടിലറിഞ്ഞാൽ പ്രശ്നമുണ്ടാക്കുമെന്നും പറഞ്ഞതുകൊണ്ടാണ് ഫർസാനയെ കൊല്ലാൻ കാരണമായത്. രക്തപരിശോധന ഫലം ലഭിച്ചെങ്കിലും ലഹരിയുടെ സാന്നിധ്യം പോലീസ് പാടെ തള്ളുകയാണ് അഫ്ഫാന്റെ ശരീരത്തിൽ. തനിക്ക് ഏറെ പ്രിയപ്പെട്ട ഓരോരുത്തരെയുമാണ് നിമിഷങ്ങൾ കൊണ്ട് തന്നെ അഫ്ഫാന് ഓരോന്നായി ഇല്ലാതാക്കിയത്. തൻ്റെ കുഞ്ഞു സഹോദരനെ പോലും ഒരു നിമിഷം മനസ്സിൽ ഇടറാതെയാണ് കുറ്റകൃത്യം ചെയ്തതും. നാടിനെ നടുക്കിയ വാർത്ത കേട്ട് ഓരോ മലയാളിയും ഒന്ന് ചിന്തിച്ചു പോയി കാണും, ഇനി എന്താണ് കേരളത്തിന് സംഭവിക്കുന്നത് എന്നത്.